ഹായ്, ഞാൻ സ്നേഹ. എക്സൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ച് പ്രയാസമാണ് എന്നുള്ളത്. ചെറിയ രീതിയിൽ അത് സത്യമാണ്. കാരണം നമുക്കിപ്പോൾ എപ്പോഴും കാണാനോ ഒന്നിനും പറ്റുന്നുണ്ടാവില്ല. ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്യാനൊക്കെ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ചധികം എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ സാധാരണ ഇത്തരത്തിലുള്ള ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാറുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, ഇത്തരം പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിയുകയും അതോടൊപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത്തരത്തിലുള്ള ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ സാധാരണ നമ്മൾ കാണാറുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. ഇത് പല ആളുകൾക്കും അനുഭവിച്ചിട്ടുള്ള, പല ആളുകൾക്കും പരിചയമുള്ള ഒരു സംഭവമായിരിക്കാം. അതായത് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസിലുള്ളവർ മാത്രമല്ല, അല്ലാത്തവർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും ഇങ്ങനെയുള്ള ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ കൂടുതൽ കാണാൻ പറ്റുന്നുള്ളതാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിടയിൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ടും കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഉള്ളത് കൊണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒറ്റപ്പെടൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതായത് കാണാനും സംസാരിക്കാനൊന്നും ഡയറക്റ്റ് ആയിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ പല പ്രാവശ്യങ്ങളിലും നമുക്ക് ഇങ്ങനെ ആരുമില്ല എന്നൊരു തോന്നൽ വരാറുണ്ട്. നമ്മുടെ ചുറ്റും നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു പേഴ്സണെ നമ്മൾ നന്നായിട്ട് മിസ് ചെയ്യാറുണ്ട്. അവരില്ലെങ്കിൽ നമ്മളുടെ കൂടെ ആരും ഇല്ല എന്നൊരു തോന്നലൊക്കെ നമുക്ക് പലപ്പോഴും വരാറുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക. ഇത്തരത്തിൽ അടുത്തടുത്തല്ലാത്ത ആളുകളായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ഒറ്റപ്പെടൽ പല പ്രാവശ്യവും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഒറ്റയ്ക്കിരിക്കൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പല പ്രാവശ്യം നിങ്ങളുടെ ഒരു ഓവർ തിങ്കിങ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ട്രസ്റ്റ് ആൻഡ് ജലസിയാണ്. അതായത് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങളിൽ ഒന്ന് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ ഇല്ലാതെ ആവാം എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ജലസിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരിപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് അത് കാണുന്ന നമ്മളില്ലാതെ അവർ പുറത്ത് പോകുന്നു, നമ്മളില്ലെങ്കിലും അവർ വളരെയധികം ഹാപ്പിയാണ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ജലസിയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ഇത് സാധാരണ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ട്രസ്റ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വേണ്ട ഒരു സാധനമാണ്. പക്ഷേ ഇത് വിശ്വാസത്തിൻ്റെ ഒരു കുറവെന്ന് പറയുമ്പോൾ അതൊരു സംശയം എന്നുള്ള രീതിയിലല്ല പറയുന്നത്. എങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒരു വിശ്വാസം കുറവ് നമുക്ക് വരാറുണ്ട്. അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെയാണ്, അവർക്ക് ഞാനില്ലെങ്കിൽ ഓക്കെ ആണോ, ഇങ്ങനെയുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ, ഇപ്പോൾ നിങ്ങളൊരു മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഫ്രണ്ടിൻ്റെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മനസ്സിലേക്ക് പല രീതിയിലുള്ള ചിന്തകൾ വരും. ഇത് ഒരു സംശയരോഗം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഒരു റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ചിന്തകളാണ് അതെന്ന് പറയണത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂവും അതുപോലെ തന്നെ ജലസിയും കാര്യങ്ങളൊക്കെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ വരാറുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നതാണ്, ഇത് നമ്മുടെ മെയിൻ ഇഷ്യൂ ആണ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ട്, സമയം കിട്ടുന്നില്ല എന്നുള്ളത്. സ്നേഹമില്ല എന്നുള്ളതല്ല അവിടെ റീസൺ ഉള്ളത്, സമയമില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരമായിരിക്കുമല്ലോ. അപ്പോൾ അവരെ പോയി കാണാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടാവില്ല. അതേപോലെ ക്വാളിറ്റി ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നമാണ് മിക്ക റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാറുള്ളത്. സമയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. നമുക്കൊരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അത്രയും വാല്യൂ ഉള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. അവിടെ ഇപ്പോൾ ഈ ഒരു സമയം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾക്കൊന്നും വലിയ രീതിയിലുള്ള വാല്യൂ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറവുകളൊന്നും നമ്മൾ വലിയ രീതിയിൽ കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ സമയം കൊടുക്കാൻ പറ്റുന്നില്ല, ഒരു ക്വാളിറ്റി ടൈം അവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആണ്. ബിക്കോസ് ഇപ്പോൾ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ട് അവിടെ ആകെയുള്ള വഴി എന്ന് പറയുന്നത് വിളിക്കുക, സംസാരിക്കുക, മെസ്സേജ് അയക്കുക കാര്യങ്ങൾ മാത്രമാണ്. അതിന് പോലും നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക, പരസ്പരം കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. സോ നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു അടുപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരികയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റുന്നില്ല, സമയമില്ല എന്നുള്ളത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാറുള്ള മെയിൻ ഇഷ്യൂ ആയിട്ട് തന്നെ പറയാം.
ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷൻ അവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡെയിലി നിങ്ങൾ വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഒരു മാനസികാടുപ്പം നിങ്ങൾക്ക് അവിടെ മിക്ക ആളുകൾക്കും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഫീലിങ്സോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ഈ ഒരു അടുപ്പം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നന്നായിട്ട് പരസ്പരം സംസാരിക്കുമ്പോഴാണ്. കുറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പലതും ഷെയർ ചെയ്യുമ്പോൾ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഡെയിലി വിളിക്കാറുണ്ട് എങ്കിലും വലിയ രീതിയിൽ നിങ്ങൾ നന്നായി സംസാരിക്കാറില്ല, കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഈ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാതാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇമോഷണൽ കണക്ഷൻ കൂടുന്നതിന് മറ്റൊരു കാരണം എന്ന് പറയുകയാണെങ്കിൽ, ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഘടകമാണ്. അതായത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത്. അതേപോലെ അവിടെ സ്നേഹം കൂടാൻ മാത്രമല്ല, പിന്നീട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതും മിസ് ചെയ്യുന്നതും ഒക്കെ അവിടെ വരുന്നുണ്ട്. അതൊക്കെ ഈ ഒരു മാനസികാടുപ്പം കൂട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കാതെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്നത് ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷൻ കുറഞ്ഞു വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലുള്ളത് തന്നെയാണ്. ക്വാളിറ്റി ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ സമയം കൊടുക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക. നിങ്ങളുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. തിരിച്ചും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് കാണുന്നില്ല എന്നൊരു കാര്യത്തിന്റെ പോരായ്മ നമുക്ക് അവിടെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളത് മിക്ക റിലേഷൻഷിപ്പിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള 4 കാര്യങ്ങളാണ് സാധാരണ നമ്മൾ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ട് കാണാറുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണെന്നുള്ളത് കുറേ പേര് പറയാറുണ്ട്. പക്ഷേ അത് ചെറിയ രീതിയിൽ ശരിയാണെങ്കിൽ, നമ്മൾ മനസ്സ് വയ്ക്കുകയാണ്, രണ്ടുപേരും എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിന് വേണ്ടത് രണ്ടുപേരും മുൻകൈ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അത് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾ പരസ്പരം നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതേപോലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ജലസി വരികയോ ട്രസ്റ്റ് ഇഷ്യൂ വരികയോ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്തിനൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരുടെയും റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറട്ടെ, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്